Welcome to BSc Physics Main, Semester 6, Paper 4, Digital Electronics and Computer Science, 31st lecture, Library Files in C++ language. Library Files in C++, 31st lecture, Digital Electronics and Computer Science. What are library files? The files that tell the computer how to call some functionalities, work, are called header files. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഹെഡർ ഫയൽസ് ഇതാണെന്ന് കണ്ടതാണ്. അതൊന്ന് റീകോൾ ചെയ്യണം. The files that tell the computer how to call some functionalities are called header files. ചില വർക്കുകൾ എങ്ങനെ കോൾ ചെയ്യണം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽസ്, മാക്രോസ് എന്ന് പറയും, മാക്രോസ്. But the library files are the place where actual functionality is implemented. That is, they contain functional body. Functional body. Libraries have two categories, static and two shared or dynamic. ഇപ്പോൾ ലൈബ്രറി ഫയൽസ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ ആക്ച്വൽ വർക്ക് നടക്കുന്നത്. നമ്മൾ ആ ഫങ്ഷണാലിറ്റി വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇത്തരം ലൈബ്രറി ഫയൽസാണ്. അപ്പോൾ അതിനകത്ത് ഈ ഫങ്ഷണൽ ബോഡി ആണ് അതിനകത്തുള്ളത്. ലൈബ്രറി ഫയൽസിനെ നമ്മൾ രണ്ടായി തരംതിരിക്കും. ഒന്നാമത് സ്റ്റാറ്റിക് ലൈബ്രറി ഫയൽസ്, രണ്ടാമത് ഷെയർഡ് ഓർ ഡൈനാമിക്. വാട്ട് ഈസ് സ്റ്റാറ്റിക് ലൈബ്രറി ഫയൽ or archive? A static library contains code that is linked to the user's programs at compile time. യൂസേഴ്സിൻ്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ സ്റ്റാറ്റിക് ലൈബ്രറി. The executable file generated keeps its own copy of the library code. A dynamic library or shared library. Dynamic library is also called shared library. It contains code designed to be shared by several programs. The content in the library is loaded to memory at runtime. ഇപ്പോൾ ലൈബ്രറിയിലുള്ള കണ്ടൻസ് മെമ്മറിയിലാണ് ലോഡ് ചെയ്തിരിക്കുന്നത് റണ്ണിങ് ടൈമിൽ. ഇനി അടുത്തൊരു ടേം പഠിക്കേണ്ടത് പ്രീ പ്രോസസർ ഡയറക്ടീവ്സ് ഇൻ C++. പ്രീ പ്രോസസർ ഡയറക്ടീവ്സ് ഇൻ C++. അപ്പോൾ C++ലെ പ്രീ പ്രോസസർ ഡയറക്ടീവ്സ് എന്ന് പറഞ്ഞാൽ ചില ഇൻസ്ട്രക്ഷൻസ്, വാട്ട് ടു ഡു, ഹൗ ടു ഡു എന്ന് പറയുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഡയറക്ടീവ്സ് എന്ന് പറയുന്നത്. പ്രീ പ്രോസസർ ഡയറക്ടീവ്സ് അങ്ങനെ ഒരു സെക്ഷൻ നമ്മൾ C++ ലാംഗ്വേജിൽ കാണാം. എന്താണത്? The preprocessors are the directives എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ്, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് which give instructions to the compiler to pre-process the information before actual compilation starts. യഥാർത്ഥ കമ്പൈലേഷൻ തുടങ്ങുന്ന മുമ്പ്, പ്രോഗ്രാമിൽ യഥാർത്ഥ കമ്പൈലേഷൻ തുടങ്ങുന്ന മുമ്പ് എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. All pre-processor directives begin with hash sign. എല്ലാ പ്രീ പ്രോസസർ ആരംഭിക്കുന്നത് ഹാഷ് സൈൻ. ആൻഡ് ഓൺലി വൈറ്റ് സ്പേസ് ക്യാരക്ടേഴ്സ് മേ അപ്പിയർ ബിഫോർ എ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ഓൺ എ ലൈൻ. പ്രീ പ്രോസസർ ഡയറക്റ്റീവിന് മുമ്പിൽ ഈ സ്പേസ് മാത്രമേ പാടുള്ളൂ. ഈ വൈറ്റ് ക്യാരക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് മാർക്കൊന്നും പാടില്ല എന്നർത്ഥം. ഒരു വിസിൽ മാർക്കൊന്നും പാടില്ല. സ്പേസിന് കുറച്ച് ക്യാരക്ടേഴ്സ് വേണമല്ലോ, അത് നമുക്ക് കാണാത്ത കുറച്ച് ബിറ്റ്സ് വേണമല്ലോ സ്പേസിൽ. അത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വിസുവൽ മാർക്കൊന്നും ഇല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഹാഷിന് മുമ്പിൽ മറ്റ് ലെറ്റേഴ്സൊന്നും വരാൻ പാടില്ല, മറ്റ് മാർക്കൊന്നും വരാൻ പാടില്ല. വൈറ്റ് സ്പേസ് മാത്രമേ പാടുള്ളൂ. ഓൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് ബിഗിൻ വിത്ത് ഹാഷ് സൈൻ and only white space characters may appear before a pre-processor directive on a line.
ഇപ്പോൾ ഹാഷ് സൈൻ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് കണ്ടു കഴിഞ്ഞാൽ ആ ഹാഷിന് മുമ്പിലുള്ളത് വൈറ്റ് സ്പേസ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, അല്ലാതെ അവിടെ പ്രത്യേക മാർക്ക് അടയാളങ്ങൾ ഒന്നും പാടില്ല. പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ആർ നോട്ട് C++ സ്റ്റേറ്റ്മെൻറ്റ്സ്, സോ ദേ ഡു നോട്ട് എൻഡ് ഇൻ എ സെമിക്കോളൻ. അപ്പോൾ നമ്മൾ ഹാഷ് ഇപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവസാനിക്കാനായിട്ട് സെമിക്കോളൻ ആവശ്യമില്ല. നമുക്കറിയാം C++ലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും കഴിയുമ്പോൾ നമുക്ക് ഒരു സെമിക്കോളൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ പറഞ്ഞല്ലോ, സ്ക്വയർ റൂട്ട് കാണുന്ന പ്രോഗ്രാമിനകത്ത് ഓരോ ലൈൻ കഴിയുമ്പോഴും നമ്മൾ ഈ സെമിക്കോളൻ കൊടുക്കാറുണ്ട്. അപ്പോൾ സെമിക്കോളൻ പാർട്ട് ഓഫ് ദി പ്രോഗ്രാമാണ്. പക്ഷേ ഈ പ്രീ പ്രോസസ് ഡയറക്റ്റീവ്സിന് മുമ്പിൽ ഹാഷ് സൈൻ വരുമ്പോൾ ഹാഷ് സൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഹാഷ് സൈൻ വരുന്ന ആ ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും ഓരോ ഡയറക്റ്റീവ്സും ആ ഡയറക്റ്റീവിൻ്റെ അവസാനം സെമിക്കോളൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചിലയിടത്ത് ഇപ്പോൾ ഒരു പ്രോഗ്രാം നോക്കുമ്പോൾ ചിലയിടത്ത് സെമിക്കോളൻ കാണാൻ ലൈനിൽ, ചിലയിടത്ത് സെമിക്കോളൻ കാണില്ല. അപ്പോൾ സെമിക്കോളൻ കാണാത്തത് എവിടെയാണ്? അത് ഈ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സിൻ്റെ കൂടെയാണ്. ഹാഷ് സൈൻ വരുന്ന ലൈനിൻ്റെ കൂടെയാണ് ഈ സെമിക്കോളൻ വരാത്തത്. ബാക്കി മിക്കവാറും എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയും ഈ സെമിക്കോളൻ ഉണ്ടായിരിക്കും. അത് പ്രോഗ്രാം നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. വി ആൾറെഡി ഹാവ് സീൻ ഹാഷ് ഇൻക്ലൂഡ് ഡയറക്റ്റീവ് ഇൻ എക്സാമ്പിൾ. നമ്മൾ നേരത്തെ പഠിച്ച ആ സ്ക്വയർ റൂട്ട് പ്രോഗ്രാമിൽ ഈ ഹാഷ് ഇൻക്ലൂഡ് നമ്മൾ കണ്ടതാണ്. അതൊരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവാണ്. ദിസ് മാക്രോ യൂസ്ഡ് ടു ഇൻക്ലൂഡ് എ ഹെഡർ ഫയൽ ഇൻ ടു ദി സോഴ്സ് ഫയൽ. മാക്രോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രക്ഷൻ. നമ്മൾ ഒരു ഹാഷ് ഇൻക്ലൂഡ് കമ്പ്യൂട്ടറിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇനീഷ്യൽ ഇൻസ്ട്രക്ഷനാണ്, പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവാണ് മാക്രോ എന്ന് പറഞ്ഞാൽ. ദിസ് മാക്രോ means an instruction that is given to a computer to do something. This macro is used to include a header file into the source file. There are number of preprocessor directives supported by C++ like hash include, hash define, hash if, hash else, hash line, etc. Each one has its own meaning. അപ്പോൾ അനേകം പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് നമ്മൾ C++ പ്രോഗ്രാമിൽ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ചില എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഹാഷ് ഇൻക്ലൂഡ് നമുക്ക് വളരെ പരിചയമുള്ള ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവാണ്. അതുപോലെ തന്നെ ഹാഷ് ഡിഫൈൻ, ഹാഷ് ഈഫ്, ഹാഷ് എൽസ്, ഹാഷ് ലൈൻ പോലെയുള്ള ഡയറക്റ്റീവ്സും പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ഡയറക്റ്റീവ്സ് കൊടുക്കുമ്പോൾ ആ ലൈനിൻ്റെ അവസാനം സെമിക്കോളൻ കൊടുക്കേണ്ടതില്ല. അതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഹാഷ് ഇൻക്ലൂഡൊക്കെ പറഞ്ഞല്ലോ, അതിലൊരു ഹാഷ് ഡിഫൈൻ പ്രീ പ്രോസസറിൻ്റെ മീനിങ് കൂടി പറയണം. അതൊരു ക്വസ്റ്റ്യനാണ്. ഇത് ഹാഷ് ഡിഫൈൻ പ്രീ പ്രോസസർ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഹാഷ് ഡിഫൈൻ പ്രീ പ്രോസസർ. The hash defined preprocessor directive creates symbolic constants. സിംബോളിക് കോൺസ്റ്റൻസ്. അപ്പോൾ സിംബോളിക് കോൺസ്റ്റൻസ് നമുക്കറിയാം, നമ്മൾ കുറച്ച് കോൺസ്റ്റൻസ് പഠിക്കാറുണ്ട്, ബൈനറി കോൺസ്റ്റൻസ്, സിംബോളിക് കോൺസ്റ്റൻസ് ഒക്കെ പഠിക്കാറുണ്ട്. അവിടെ ഈ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അത്തരം സിംബോളിക് കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹാഷ് ഡിഫൈൻ പ്രീ പ്രോസസർ ഉപയോഗിക്കുന്നത്. ദി ഹാഷ് ഡിഫൈൻ preprocessor directive creates symbolic constants. The symbolic constant is called a macro, and the general form of the directive is hash define macro name replacement text -text. Hash define macro name replacement -text. അപ്പോൾ ഇതാണ് അതിൻ്റെ സിൻറ്റാക്സ്. അപ്പോൾ ഇത്തരം സിൻറ്റാക്സ് നമ്മൾ എല്ലായിടത്തും ഉണ്ട്. അത് പ്രോഗ്രാമിൽ വരുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ, പ്രോഗ്രാമുകൾ പഠിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹാഷ് ഡിഫൈൻ്റെ സിൻറ്റാക്സ് ആണ്, അതിൻ്റെ ആ എഴുതുന്ന രീതിയാണ്. എക്സാമ്പിൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഹാഷ് ഡിഫൈൻ മാക്രോ മീൻസ് ദാറ്റ് ഇൻസ്ട്രക്ഷൻ ഡയറക്റ്റിംഗ് ദ കമ്പ്യൂട്ടർ ടു ഡു സംതിങ്.
അതാണ് മാക്രോ എന്ന് പറഞ്ഞാൽ. When this line appears in a file, all subsequent occurrences of macro in that file will be replaced by replacement text before the program is compiled. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഏത് മാക്രോയാണ് ഉള്ളത് അത് റീപ്ലേസ് ചെയ്യും. നമ്മൾ റീപ്ലേസ്മെൻറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ആ ടെക്സ്റ്റ് വരും ഇതിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ ഹാഷ് ഡിഫൈൻ ഇട്ടിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എല്ലായിടത്തും വരുന്നത്. അതിനെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. When this line, hash defined line, appears in a file, all subsequent occurrences of macro in that file will be replaced by replacement text. Replacement text നമ്മൾ ചേർക്കുന്നതാണ് before the program is compiled and executed. Next topic is function in C++. ഫങ്ഷൻ എന്താണ് ഫങ്ഷൻ എന്ന് പറഞ്ഞത്? ആ ക്യാപിറ്റൽ വേണമെന്നില്ല. ഫങ്ഷൻ ഇൻ C++. ബി നമ്മൾ കാണാത്തതുകൊണ്ട് എയുടെ ആവശ്യമില്ല ഇവിടെ. ഫങ്ഷൻ ഇൻ C++. എന്താണ് ഫങ്ഷൻ? ഇപ്പോൾ ഈ ഫങ്ഷൻ ഡെഫിനിഷനാണ് ചോദിക്കുന്നത്. ഡിഫൈൻ ഫങ്ഷൻ ഇൻ C++. A function is a block of code which only runs when it is called. കോഡുകളുടെ ഒരു ബ്ലോക്ക്, ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഫങ്ഷൻ. ഒരു കൂട്ടം കോഡുകളെ വിളിക്കുന്ന പേര് ഫങ്ഷൻ. അത് നമ്മൾ അത് ആവശ്യപ്പെടണം, പ്രോഗ്രാമിൽ ഇവിടെ വേണം. അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ മാത്രം വരുന്നതാണ് ഫങ്ഷൻ. എ ഫങ്ഷൻ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ് വിച്ച് only runs when it is called. We can pass data known as parameters into a function. Functions are used to perform certain actions and they are important for reusing code. Define the code once and use it many times. അപ്പോൾ എന്താണ് ഫങ്ഷൻ്റെ ആവശ്യം? ഫങ്ഷൻസ് ആർ യൂസ്ഡ് ടു പെർഫോം certain actions and they are important for reusing. That is, define the code once and use it many times. അപ്പോൾ ഒരു കോഡ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് അത് അനേകം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ ഈ ഫങ്ഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ C++. ഏതെല്ലാം തരത്തിലുള്ള ഫങ്ഷൻസാണ് ഈ CPP ലാംഗ്വേജിലുള്ളത്? In C++, we have two types of functions are shown below. Number one, built-in functions. Number two, user-defined function. അത് താഴെ നമുക്ക് വായിക്കാം. Number one, built-in functions. Built-in functions are also called library functions. These are the functions that are provided by C++ and we need not write them ourselves. We can directly use these functions in our code. But രണ്ട് തരം ഫങ്ഷൻസാണ് നമ്മൾ CPP ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്, C++ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേന് ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറയും, രണ്ടാമത്തതിന് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയും. ഈ ബിൽറ്റ് ഇൻ ഫങ്ഷൻ ഇതിൻ്റെ സോഫ്റ്റ്വെയർ തന്നെ, ഈ C++ സോഫ്റ്റ്വെയറിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ പ്രത്യേകം ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇതിൽ നിന്ന് തന്നെ നമ്മൾ കോൾ ചെയ്താൽ മതി. These are the functions that are provided by C++. സോഫ്റ്റ്വെയറിൽ ആ ലാംഗ്വേജിൽ തന്നെ ഇതുണ്ട്. ആൻഡ് വി നീഡ് നോട്ട് റൈറ്റ് ദം ourselves. നമ്മളൊരു പ്രോഗ്രാമിൽ പ്രത്യേകം എഴുതി ചേർക്കേണ്ട കാര്യമില്ല, അത് ഇൻവൈറ്റ് ചെയ്താൽ മതി. We can directly use these functions in our code. Number two, user-defined functions. അത് രണ്ടാമത്തെ C++ ഫംഗ്ഷനാണ്, user-defined functions. C++ also allows its users to define their own functions. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസാണ്. അത് ഓരോ ആവശ്യം, ഓരോ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം.
അന്നേരം അതിനെ വിളിക്കുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. These are the user defined functions. We can define the functions anywhere in the program and then call these functions from any part of the code. ഒരു പ്രോഗ്രാമിൽ നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ മറ്റ് സ്ഥലത്തേക്ക് നമുക്ക് മാറ്റാം. ജസ്റ്റ് ലൈക്ക് വേരിയബിൾസ്, ഇറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് ബിഫോർ യൂസിങ്. അപ്പോൾ അത് വേരിയബിൾ പോലെ നമ്മൾ നേരത്തെ തന്നെ അത് ഡിക്ലെയർ ചെയ്യണം ഇന്ന ഫംഗ്ഷനാണെന്നുള്ളത്. ഫങ്ഷൻസ് ഓൾസോ നീഡ് ടു ബി ഡിക്ലെയർഡ് ബിഫോർ ദേ ആർ കോൾഡ്. അപ്പോൾ അത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന മുമ്പ്, കോൾ ചെയ്യുന്ന മുമ്പ് ഈ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ടൈപ്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. 4 തരം യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണുള്ളത്. ടൈപ്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഇൻ C++. ഫങ്ഷൻസ് വിത്ത് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. ആർഗ്യുമെൻ്റ് ഇല്ലാതെ, ഫങ്ഷൻ്റെ കൂടെയുള്ള വാല്യൂ എന്താണെന്നുള്ളതില്ലാതെ, അത് റിസൾട്ട് നമുക്ക് തരാതെ ഉള്ള ഫങ്ഷൻ. ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. നമ്പർ 2, ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ബട്ട് റിട്ടേൺ വാല്യൂ. ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ബട്ട് നോ റിട്ടേൺ വാല്യൂ. ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ. ഇങ്ങനെ 4 തരത്തിലാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഉള്ളത്. There are 4 categories of user defined functions in C++. They are: 1, function with no argument and no return value. 2, function with no argument but return value. 3, function with argument but no return value. Function with argument and return value. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പ്രത്യേകം നോക്കി പഠിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഡെഫിനിഷൻസ് നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ഈ ഡെഫിനിഷൻ വളരെ ഇലാബറേറ്റും പറയാം, ചുരുക്കിയും പറയാം. നമ്മൾ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം 1 മാർക്ക് 2 മാർക്കിൻ്റെ ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ ലൈബ്രറി ഫയൽസ്? ഗീവ് ദ കാറ്റഗറീസ്. അപ്പോൾ ആദ്യ ഭാഗം നമ്മൾ പറഞ്ഞതാണ്. Number 2, explain the meaning of preprocessor directives with examples. ഹാഷ് ഇൻക്ലൂഡ് ഒക്കെ പറഞ്ഞതാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് preprocessor directive? ഹാഷ് ലൈൻ. ഹാഷ് ലൈൻ നമ്മൾ പറഞ്ഞില്ല, നമുക്കത് നോക്കാം. നമ്പർ 4, വാട്ട് ആർ ഫങ്ഷൻസ് ഇൻ സി? അല്ലെങ്കിൽ C++. അപ്പോൾ C++. ഗിവ് ദ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. സി എന്നുള്ള C++ ആക്കണം കേട്ടോ, സി വേണ്ട, C++. സി ലാംഗ്വേജ് നമുക്ക് പഠിക്കാനില്ല, C++ ആണ്. സിയുടെ മോഡിഫൈഡ് ഫോം. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഇൻ C++? ഗിവ് ദ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. അത് ബിൽറ്റ് ഇൻ ഫങ്ഷൻ ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. വാട്ട് ഈസ് മീൻ ബൈ ബിൽറ്റ് ഇൻ ഫങ്ഷൻ? ഗിവ് എക്സാമ്പിൾസ്. നമ്പർ 6, റൈറ്റ് എ നോട്ട് ഓൺ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. Give the general syntax of user-defined functions or simply functions in C++. User-defined functionൻ്റെ സിൻടാക്സ് അതെങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിൽ എഴുതി ചേർക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാമാറ്റിക് ഫോം, സിൻടാക്സ് ഫോം. ഒരു പ്രോഗ്രാമിൽ എങ്ങനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ചേർക്കുന്നത്, അതിൻ്റെ സിൻടാക്സാണ്. നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുള്ള ഒരു പ്രോഗ്രാം നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ കാണും, ഈ കാണുന്ന ഒരു ലൈൻ കാണും. ഇറ്റ് ഈസ് ഗിവൺ ബിലോ. റിട്ടേൺ അണ്ടർസ്കോർ ടൈപ്പ്. റിട്ടേൺ അണ്ടർസ്കോർ ഹൈഫൻ അല്ല, അണ്ടർസ്കോർ ടൈപ്പ്, ഫങ്ഷൻ നെയിം, പാരാമീറ്റർ 1, പാരാമീറ്റർ 2, എക്സെട്ര, പാരാമീറ്റർ 3 അങ്ങനെ വരും. ദെൻ ഓപ്പണിംഗ് ബ്രേസ്, ഫങ്ഷൻ ബോഡി, സെമിക്കോളൻ, ക്ലോസിംഗ് ബ്രേസ്. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. നമ്മൾ ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ സിൻടാക്സിന് എഴുതിയിരിക്കുന്നത് റിട്ടേൺ അണ്ടർസ്കോർ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ 1, പാരാമീറ്റർ 2, പാരാമീറ്റർ 3,
അതിൻ്റെ വാല്യൂസ് അവിടെ കൊടുക്കണ്ട, പാരാമീറ്റർ എന്താണെന്ന് കൊടുക്കണം. ഓപ്പണിംഗ് ബ്രേസ് ഫംഗ്ഷൻ ബോഡി സെമിക്കോളൻ ക്ലോസിംഗ് ബ്രേസ്. നമ്മൾ ഹാഷ് ഡിഫൈൻ പറയാറുണ്ട്, അത് ഞാൻ ഹാഷ് ലൈൻ പറയാറുണ്ട്, അത് നമുക്ക് പറയാം. ഇപ്പോൾ ഹാഷ് ഡിഫൈൻ പഠിക്കുക. That is all with your 31st lecture on C++. Thank you very much.